Hi future doctors, welcome back to Xylem Learning. NEET 2026 എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെയുള്ള മേജർ കൺസേൺ ആണ് നിങ്ങളുടെ ഡ്രസ് കോഡ് എന്തൊക്കെ അലൗഡ് ആണ് എന്തൊക്കെ അലൗഡ് അല്ല എന്നുള്ളത്. എല്ലാ വർഷവും ഇത് വന്ന് ഞങ്ങൾ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. സോ ലൈക്ക് എവറി ഇയർ ദിസ് ഇയർ ഓൾസോ NEET 2026 എഴുതാൻ പോകുന്ന ഒരു ആസ്പിരൻറ്റിൻ്റെ ഡ്രസ് കോഡ് എന്താണ്, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അലൗഡ് ആയിട്ടുള്ളത്, അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഫുൾ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗോ ടു ദ ഡ്രസ് കോഡ്. സോ നിങ്ങൾ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവരാണ്. ഈ ഒരു സമയത്ത് JEE എഴുതി, കീം എഴുതി, ക്യുവറ്റ് എഴുതി, അങ്ങനെ ഒരുപാട് എക്സാമുകൾ എഴുതുന്ന മക്കളാണ്. ഇതിനൊക്കെ കൃത്യമായി ഡ്രസ് കോഡും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് നീറ്റ് എക്സാമും. അപ്പോൾ നീറ്റിന് പോകുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ കൃത്യതയോടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുക, അത്രയേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾ ഒരുപാട് കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഡ്രസ് കോഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ NTA പറയുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ച് അതേപോലെയുള്ള ഡ്രസ് കോഡ് നിങ്ങൾ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രിസ്കിങ് പ്രോസസ്സ് കുറച്ച് ഈസി ആവും. ഒരുപാട് സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഈ ചെക്കിങ്ങിന് വേണ്ടിയും ഫ്രിസ്കിങ്ങിന് വേണ്ടിയും സ്പെൻഡ് ചെയ്യേണ്ട വരില്ല. ആൻഡ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോകാനും പറ്റും. അപ്പോൾ ആ സമയത്തെ ഒരു ടെൻഷൻ, കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഡ്രസ് കോഡ് കൃത്യമായിട്ട് ആദ്യം മുതലേ ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം 2026 അങ്ങനെ മേജർ ചേഞ്ചസ് ഒന്നും ഡ്രസ് കോഡിലില്ല. പക്ഷെ എന്നാലും ഉള്ള ചില മാറ്റങ്ങൾ മിസ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഗേൾസിൻ്റെ ഡ്രസ് കോഡ് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള കോളേർഡ് നെക്സ് അവോയ്ഡ് ചെയ്യുക. ഇന്ത്യൻ വെയർ ഇടുന്നവരാണെങ്കിൽ ഫുൾ സ്ലീവ്സ് അവോയ്ഡ് ചെയ്യുക. ഹാഫ് സ്ലീവ് കുർത്താസ് ഇടാം, 3/4 സ്ലീവ് കുർത്താസ് ഇടാം. പക്ഷേ റൗണ്ട് നെക്ക് ആയിരിക്കും നിങ്ങൾ ഇടേണ്ടത്. റൗണ്ട് നെക്ക്, സ്ക്വയർഡ് നെക്ക്, വി നെക്ക് ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഹൈ ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്കുകളും അതേപോലെ കോളേർഡ് നെക്കുകളും മക്കൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഗേൾസ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതേപോലുള്ള ഹെവി വർക്കുകൾ, ഹെവി പ്രിൻറ്റുകളുള്ള ഔട്ട്ഫിറ്റ്സ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇതിനും ഹൈ നെക്കാണ്. അപ്പോൾ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള റൗണ്ട് നെക്കോ സാധാ നെക്കുള്ള കുർത്താസ് ഇടുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നമ്മൾ ബോട്ടം വെയർ നോക്കുമ്പം ഇതേപോലെയുള്ള ഡാർക്ക് കളേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ സമ്മറാണ്, നല്ല ചൂടാണ്. ഇപ്പോൾ ബ്ലാക്ക്, ഡാർക്ക് കളേഴ്സ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഡാർക്ക് കളേഴ്സ് അലൗഡ് അല്ല. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സിലുള്ള ബോട്ടംസ് ഇടുക. പാരലൽ ബോട്ടംസ്, പെലാസോസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക മക്കളെ. നോർമൽ സ്ട്രേറ്റ് കട്ട് പാൻസ് ഇടാം. പിന്നെ ഗേൾസിൻ്റെ ബോട്ടംസിൽ അഗെയിൻ പെലാസോ ബോട്ടംസ് അവോയ്ഡ് ചെയ്യുക. ലൂസ്, ഭയങ്കര ലൂസായിട്ടുള്ള ഫ്ലെയേർഡ് ബോട്ടംസ്, പ്ലീറ്റഡ് ബോട്ടംസ്, പ്ലീറ്റഡ് സ്കേർട്സ്, ഇതൊന്നും അലൗഡ് അല്ല. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ചില ബോട്ടംസിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അടിവശത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് ക്ലോസിങ് ഉള്ളത്, അതും അലൗഡ് അല്ല കേട്ടോ. അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഗേൾസിൻ്റെ വെസ്റ്റേൺ വെയറിലേക്ക് വരുമ്പോൾ, ഗേൾസ് എനിക്ക് അറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ക്രോപ്പ് ടോപ്സ് ഒക്കെ ഇട്ട് പോകാൻ, ഏറ്റവും കംഫർട്ടബിളും ആണ് ഈ ചൂടത്ത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നീറ്റ് എക്സാം ഹാളിലേക്ക് ക്രോപ്പ് ടോപ്സ് അലൗഡ് അല്ല. അപ്പോൾ കോളേർഡ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്സ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഓൾസോ കുറച്ച് ലെങ്ത് ഉള്ള ടോപ്സ് ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുക. ഹാഫ് സ്ലീവ്സ് ഓക്കെയാണ് ആസ് ഐ ടോൾഡ് യു. പക്ഷേ ഫുൾ സ്ലീവ്സ് അവോയ്ഡ് ചെയ്യുക. 3/4 സ്ലീവ്സ് ഓൾസോ ഓക്കെ. പിന്നെ ഇങ്ങനെയുള്ള ഹൈ നെക്ക് ആയിട്ടുള്ള ഫുൾ സ്ലീവ്ഡ് ആയിട്ടുള്ള ടോപ്പുകൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇലാസ്റ്റിക് ക്ലോഷർ ഉള്ള ടോപ്പുകൾ, ഒരുപാട് ഫ്ലെയർ ഉള്ള, ഒരുപാട് ഫ്ലോറൽ പ്രിൻറ്റുകൾ, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പ്ലെയിൻ ആയിട്ടുള്ള സാധാ ടോപ്പുകൾ ഉപയോഗിക്കാം. ഷർട്ട് യൂസ് ചെയ്യുന്നവരോട് കോളേർഡ് ഷർട്ട്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള റൗണ്ട് നെക്കോ അങ്ങനെയുള്ള ഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്. നീറ്റ് 2026 പോകുന്ന ഗേൾസ് എനി ഫോം ഓഫ് ഡെനിംസ് അവോയ്ഡ് ചെയ്യുക. അതായത് ജീൻസ് അലൗഡ് അല്ല, നിങ്ങൾക്കറിയാം. നിങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ജീൻസ്. പക്ഷേ അതേപോലെ തന്നെ ഇതേപോലെയുള്ള ജംപ് സൂട്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇതിൽ മെറ്റൽ ബട്ടൺസ് ഉണ്ട്. മെറ്റൽ ബട്ടൺസ്, മെറ്റൽ ഹുക്സ്, മെറ്റൽ ജിപ്സ് ഉള്ള ഒന്നും നിങ്ങൾ ഇട്ട് പോവരുത്. അത് നിങ്ങളുടെ ഫ്രിസ്കിങ് പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടാക്കും. ആൻഡ് ഓൾസോ ഇതുപോലെയുള്ള ലോങ് ഗൗൺസും അതേപോലെ മെറ്റൽ ക്ലോഷേഴ്സ് ഉള്ള ഗൗൺസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിലൊക്കെ കണ്ട ഒരുപാട് ഫ്ലെയർസ് ഒക്കെ ഉണ്ട്. ഫ്ലെയർഡ് ആയിട്ടുള്ള ഗൗൺസ്, ഫ്ലെയർഡ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള അനാർക്കലി കുർത്താസ്, അതൊക്കെ മക്കൾ അവോയ്ഡ് ചെയ്തിട്ട് പോവാം. ആൻഡ് ഓൾസോ ആസ് ഐ ടോൾഡ് യു, ഇതേപോലെ ഒരുപാട് ഫ്ലോറൽ പ്രിൻസും ഒരുപാട് പിന്നെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉള്ള ഔട്ട്ഫിറ്റ്സ് അവോയ്ഡ് ചെയ്യുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ സോളിഡ് കളേഴ്സ്, ലൈറ്റ് ഷെയ്ഡ്സിലുള്ള റൗണ്ട് നെക്ക് ആയിട്ടുള്ള, വി നെക്ക് ആയിട്ടുള്ള ടോപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇട്ടിട്ട് പോവാം. നൗ ജീൻസ് അലൗഡ് അല്ലാതെ ഞാൻ പറഞ്ഞു. ജീൻസ് ലൈക്ക് ജഗ്ഗിങ്സ് ഉണ്ട്, ടൈറ്റ് ഫിറ്റിംഗ് ജഗ്ഗിങ്സ് അവോയ്ഡ് ചെയ്യുക. അത് അലൗഡ് അല്ല. ഇതേപോലെയുള്ള ഫ്ലെയേർഡ് ജീൻസ്, ടോൺ ജീൻസ്, ഫേഡഡ് ജീൻസ്, എനി ഫോം ഓഫ് ജീൻസ് വിത്ത് മെറ്റൽ ഹുക്സ് അലൗഡ് അല്ല. അപ്പോൾ അത് മക്കൾ ശ്രദ്ധിക്കുക. പിന്നെ കോട്ടൺ പാൻസ് ഉണ്ട്, ഡെനിം ലൈക്കുള്ള, സ്ട്രെയിറ്റ് ഫിറ്റ് ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അതിലും അഗെയിൻ മെറ്റൽ ഹുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് മെറ്റൽ റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ.
അപ്പോൾ വെസ്റ്റേൺ വെയർസ് യൂസ് ചെയ്യുന്നവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടീഷർട്ട്സ്. അപ്പോൾ മക്കളോട് എനിക്ക് പറയാനുള്ളത് ടീഷർട്ട്സിൽ ഇങ്ങനെ പ്രിൻസ്, നമ്പേഴ്സ്, എന്തെങ്കിലും റൈറ്റിങ്സും ഇങ്ങനെ കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രിസ്കിങ് പ്രോസസ്സ് ഏറ്റവും സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സസ് ഇട്ട് പോകാണ്ട് നോക്കുക. പിന്നെ ബോട്ടംസ് ഞാൻ പറഞ്ഞു, അപ്പോൾ കോമൺലി മക്കളൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും ട്രാക്ക് പാൻസ്, കോട്ടൺ സിമ്പിൾ ട്രാക്ക് പാൻസ് അല്ലേ. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ഫിറ്റ് ട്രാക്ക് പാൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ക്ലോഷർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇലാസ്റ്റിക് ക്ലോഷർ ഉള്ള ബോട്ടംസ് അവോയ്ഡ് ചെയ്ത് പോവുക. സ്ട്രെയിറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ എൻഡ്സ് ഉള്ള ട്രാക്ക് പാൻസ് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ തന്നെ കാർഗോ പാൻസ്, ഒരുപാട് പോക്കറ്റ്സ് ഉള്ള കാർഗോ പാൻസ് അതൊന്നും അലൗഡ് അല്ല. പോക്കറ്റഡ് ആയിട്ടുള്ള ബോട്ടം വെയർ തന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പോക്കറ്റ്സ് ഉണ്ടെങ്കിലും പോക്കറ്റ്സിൽ ഒന്നും ഇട്ടിട്ട് പോകാണ്ട് നോക്കുക. അത് അറിയാണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പോവുക. ആൻഡ് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉള്ള ബോട്ടംസ് അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് ഇന്ത്യനിലും വെസ്റ്റേണിലും ഗേൾസിന് അലൗഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഗേൾസിൻ്റെ ഇന്ത്യൻ വെയർ നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള സിമ്പിൾ കുർത്താസ് ഇടാൻ വേണ്ടി നോക്കുക. ഇന്ത്യൻ വെയർ ഇടുന്നവർ ഹാഫ് സ്ലീവ്, 3/4 സ്ലീവ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫുൾ സ്ലീവ്, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ലീവ്സ്, ഹൈ നെക്ക് ടോപ്സ്, കോളർ ടോപ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ മിസ് പറഞ്ഞിരുന്നു മെറ്റൽ ബട്ടൺസ്, മെറ്റൽ ഹുക്സ് ഒക്കെ ഉള്ള ടോപ്പുകൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബട്ടൺ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് പോവാം. ലൈറ്റ് കളേഴ്സ് ഇട്ട് പോകാൻ നോക്കുക. പിന്നെ ഫുൾ ലെങ്ത്തിലുള്ള അനാർക്കലി കുർത്താസ്, ഒരുപാട് ഫുൾ ലെങ്ത്തിലുള്ള ഫ്രോക്ക് ടൈപ്പ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്ത്യൻ വെയറിൻ്റെ ബോട്ടം പറയുമ്പം ഞാൻ പറഞ്ഞു ലെഗിങ്സ്, അതേപോലെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ബോട്ടംസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഒരുപാട് ലൂസായിട്ട് ഒരുപാട് ഫ്ലെയർ ആയിട്ടുള്ള പാരലൽ ബോട്ടംസ് അല്ലെങ്കിൽ പലാസോസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇതേപോലെയുള്ള സ്ട്രെയിറ്റ് ഫിറ്റ് കോട്ടൺ ബോട്ടംസ് നിങ്ങൾക്ക് ഇടാം. ഇതിലിപ്പോൾ മെറ്റൽ ഹുക്സും ബട്ടൺസും ഒന്നുമില്ല, സാധാ ബോട്ടാണ്. സാധാരണ ചുരിദാർ പാൻറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വെസ്റ്റേൺ വെയർ ഇടുന്ന ഗേൾസിന് ജീൻസ്, ജഗ്ഗിങ്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം നിങ്ങൾ. സോ ഇതേപോലെയുള്ള ഫോർമൽ കോട്ടൺ പാൻസ് നിങ്ങൾക്ക് ഇട്ടിട്ട് പോവാം. സ്ട്രെയിറ്റ് ഫിറ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ലൂസ് ഫിറ്റ് അല്ലാത്ത സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ള കോട്ടൺ പാൻസ്, അതും മെറ്റൽ ഹുക്സും അഗെയിൻ മെറ്റൽ ബട്ടൺസും സിപ്സും ഒന്നും ഇല്ലാത്തത് യൂസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ടോപ്സ് നോക്കുമ്പോൾ ഇതേപോലുള്ള റൗണ്ട് നെക്ക് ടീഷർട്ട്സ്, ഹാഫ് സ്ലീവ് ടീഷർട്ട്സ്, പ്ലെയിൻ വിത്തൗട്ട് എനി പ്രിൻസ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഏറ്റവും ഈസി ആക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഗേൾസിൻ്റെ ഇന്നർ വെയർ ആണ് മറ്റൊരു കൺസേൺ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇന്നർ വെയർസ് പ്രോപ്പറായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് പോകാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറച്ച് മാനസികമായിട്ടും കൂടി മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എക്സാം ഹോളിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. നമുക്ക് നല്ല കംഫർട്ടബിൾ എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നർ വെയറും കൂടി ശ്രദ്ധിക്കുക. സോ ഗേൾസ് ഹെവി പാഡഡ് ആയിട്ടുള്ള ഇന്നർ വെയർസ് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ പറയുക. നോർമൽ തിൻ ബ്രാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, തിൻ പാഡഡ് ബ്രാസ് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ മെറ്റൽ ഹുക്സ് ഉള്ള ബ്രാസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പം പ്ലാസ്റ്റിക് ഹുക്സ് ഉള്ള ബ്രാസ് അവൈലബിൾ ആണ്, പക്ഷേ ഇതൊക്കെ മെറ്റൽ ഹുക്ഡ് ആണ്. അപ്പം മെറ്റൽ ഹുക്ഡ് ആയിട്ടുള്ള ബ്രാസ് അവോയ്ഡ് ചെയ്യുക. ഇനിയിപ്പം അത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് സ്പോർട്സ് ബ്രാസ് യൂസ് ചെയ്യാം, നോർമൽ ആയിട്ടുള്ള സ്പോർട്സ് ബ്രാസ് യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. ഇലാസ്റ്റിക്സ് ഒക്കെ ഉള്ള ബ്രാസ് അലൗഡ് ആണ്. പക്ഷേ പ്ലാസ്റ്റിക് ഹുക്സ് ഓക്കെയാണ്. മെറ്റൽ ഹുക്സ്, മെറ്റൽ ബട്ടൺസ് ഒക്കെയുള്ള ഇന്നർ വെയർ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരുപാട് സ്ട്രാപ്സും ഒരുപാട് ഡിസൈൻസും ഒക്കെയുള്ള ഇന്നർ വെയർ ഉണ്ടാകും. അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് മെറ്റൽ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ ഉള്ള ഇന്നർ വെയർ മക്കൾ അവോയ്ഡ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ലൈക്ക് ദിസ്, ബട്ട് ദിസ് ഓൾസോ ഹാസ് മെറ്റൽ ഹുക്ക്. പിന്നെ ഇതൊക്കെ പാഡ്ലെസ് ആണ്. അപ്പം അതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക. ഓൾറെഡി നല്ല ചൂടൊക്കെയാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഒരു അൺകംഫർട്ടബിൾ എക്സ്പീരിയൻസ് ഉണ്ടാവരുത്. ആൻഡ് ഓൾസോ ഔട്ട്ഫിറ്റ്സ് ഇട്ട് പോകുമ്പോഴും ഇനി നിങ്ങൾ പിന്നെ ഇന്നർ വേറെ ബ്രാ അല്ലാണ്ട് മറ്റേ സ്ട്രിപ്സ് ഇടുന്നവരുണ്ടാകും. അപ്പോൾ അതിലും മെറ്റൽ ടൈയിങ്സോ മെറ്റൽ ബട്ടൺസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് എക്സാം ഹോളിലേക്ക് പോവുക. ഇനി നമുക്ക് ബോയ്സിന് എന്തൊക്കെയാണ് അലൗഡ് അല്ലാത്തത് നോക്കാം. ബോയ്സ് അവോയ്ഡ് ചെയ്യേണ്ടത് ഇതേപോലെയുള്ള ടീഷർട്ട്സ് വിത്ത് ഫുൾ പ്രിൻസ്, ഒരുപാട് പ്രിൻസ് ഉള്ള ഫ്ലോറൽ ആവാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻസ് ആകാം, ഡിജിറ്റൽ പ്രിൻസ് ആകാം. അപ്പോൾ അതൊക്കെ ഉള്ള ഡിജിറ്റൽ ഡിസൈൻസ് ഒക്കെ ഉള്ള ടീഷർട്ട്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇതേപോലെയുള്ള ടീഷർട്ട്സ്, ഹൈ നെക്ക് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ട്സ്, ക്ലോസ് നെക്ക്, ടേർട്ടിൽ നെക്ക് ടീഷർട്ട്സ്, ഇതൊക്കെ മക്കൾ അവോയ്ഡ് ചെയ്യണം. ഇതൊന്നും അലൗഡ് അല്ല. പിന്നെ ഡാർക്ക് കളേഴ്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ കുർത്താസ് ഇടുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഹൈ നെക്ക് ഫുൾ സ്ലീവ് കുർത്താസ്, ഹൈ നെക്ക് ലോങ് സ്ലീവ് പ്രിൻറ്റഡ് കുർത്താസ് അവോയ്ഡ് ചെയ്യുക. റൗണ്ട് നെക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഹാഫ് സ്ലീവ്, 3/4 സ്ലീവ് ഓക്കെയാണ്. പിന്നെ ടീഷർട്ട്സ് അഗെയിൻ ഞാൻ പറഞ്ഞു ഇതേപോലെ റൈറ്റിങ്സ്, നമ്പേഴ്സ്, പ്രിൻസ് ഒക്കെ ഉള്ള ടീഷർട്ട്സ് മക്കൾ അവോയ്ഡ് ചെയ്യണം. ആൻഡ് ഡാർക്ക് കളേഴ്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഷർട്ട്സ് അഗെയിൻ ഷർട്ട്സ് യൂസ് ചെയ്യുന്നവർ ഇതേപോലെ
കട്ട് ഷർട്ട്സ്, ഒരുപാട് പ്രിൻസ് ഉള്ള ഒരുപാട് ഡിസൈൻസ് ഉള്ള ഷർട്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഹാഫ് സ്ലീവ് ഇട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ സ്ലീവ്സ് ഫോൾഡ് ചെയ്ത് വെക്കുന്ന അഗെയിൻ അലൗഡ്. അത് ചില ഓരോ എക്സാം ഹാളിലെ ചെക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ ഓക്കെ പറയും, പക്ഷെ ചില സമയത്ത് അത് നിങ്ങളുടെ ഫ്രിസ്കിങ് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആക്കും. നിങ്ങൾ ഈ ചൂടത്ത് കുറേ നേരം അവിടെ ലൈനിലൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പറഞ്ഞത് മാക്സിമം ഹാഫ് സ്ലീവ് തന്നെ ഇട്ട് പോകാൻ വേണ്ടി നോക്കുക. പിന്നെ നമുക്ക് ബോയ്സിൻ്റെ ബോട്ടം വെയറിൽ എന്തൊക്കെയാണ് അലൗഡ് അല്ലാത്തതെന്ന് പറയാം. അപ്പോൾ മിസ് പറഞ്ഞു ഇതേപോലെയുള്ള ജീൻസ്, അതായത് ജീൻസ് വിത്ത് മെറ്റൽ ഹുക്സ്, മെറ്റൽ ബട്ടൺസ്, ഈവൻ ടീഷർട്ട്സ്, ഷർട്ട്സ് ഒക്കെ കേട്ടോ, മെറ്റൽ ഹുക്സ്, മെറ്റൽ ബട്ടൺസ്, മെറ്റൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ഒക്കെ ഉള്ളത് അവോയ്ഡ് ചെയ്യുക. ജീൻസ് അലൗഡ് അല്ല. എനി ഫോം ഓഫ് ജീൻസ്, ഞാൻ പറഞ്ഞു ഗേൾസിന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ലൂസ് ബോട്ടംസ് ആവാം, ടൈറ്റ് ഫിറ്റ് ജീൻസ് ആവാം, അല്ലെങ്കിൽ ഇതൊന്നും അലൗഡ് അല്ല. ഫെയ്ഡഡ് ജീൻസ്, ടോൺ ജീൻസ് ഒന്നും അലൗഡ് അല്ല. ആൻഡ് ഒരുപാട് പോക്കറ്റ്സ് ഉള്ള കാർഗോ പാൻസ്, സോ ദിസ് ടൈപ്പ് ഓഫ്, ഇത് എക്സാക്ട് കാർഗോ അല്ല ബട്ട് സ്റ്റിൽ ഇതേപോലെയുള്ള പോക്കറ്റ്സ് ഉള്ള ബോട്ടംസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഇതിൽ കണ്ടോ മെറ്റൽ സിപ്സും ക്ലോസിങ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടംസും ബോയ്സ് അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് ബോയ്സിൻ്റെ ഔട്ട്ഫിറ്റ്സിൽ എന്തൊക്കെയാണ് അലൗഡ് ആയിട്ടുള്ളത് നോക്കാം. ബോയ്സ് ഞാൻ ഇതേപോലെ പറഞ്ഞല്ലോ, അതായത് കോളേർഡ് ആയിട്ടുള്ള ഹാഫ് സ്ലീവ് ടീഷർട്ട്സ്, പ്ലെയിൻ ടീഷർട്ട്സ് അലൗഡ് ആണ്. ഇതിലിപ്പോൾ നോക്കിക്കേ പ്ലാസ്റ്റിക് ബട്ടൺസ് ആണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രിസ്കിങ്ങിൻ്റെ സമയത്ത് പ്രശ്നമൊന്നും വരില്ല. ഇനി ഷർട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേപോലെയുള്ള കോട്ടൺ ഹാഫ് സ്ലീവ് ഷർട്ട്സ്, അതും അധികം പ്രിൻ്റ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ലിനൻ അങ്ങനെയുള്ള ഷർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഇട്ടിട്ട് പോകുന്നവരാണെങ്കിൽ നോക്കുക, കാരണം പ്രിൻറ്റുകൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഹാഫ് സ്ലീവ് ഷർട്ട്സ് ആ ഒരു ദിവസമല്ലേ, അപ്പം അന്ന് നമുക്ക് കുറച്ച് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിച്ചിട്ട് സാധാരണ ഏറ്റവും കംഫർട്ടബിൾ വെയറിൽ പോവാം. പിന്നെ ഇതേപോലുള്ള റൗണ്ട് നെക്ക് ടീഷർട്ട്സ് ഓക്കെ ആണ്, പക്ഷേ ഹാഫ് സ്ലീവ് ആയിരിക്കണം. സെൽഫ് പ്രിൻറ്റ്, ഇതേപോലുള്ള സെൽഫ് പ്രിൻ്റ് ഒന്നും പ്രശ്നമില്ല. സോ പറഞ്ഞല്ലോ ഒരുപാട് ഇങ്ങനെ റൈറ്റിങ്സും ഭയങ്കര ഹെവി പ്രിൻസും ഒക്കെ ഉള്ളതും അവോയ്ഡ് ചെയ്ത് പോവാം. പിന്നെ ബോട്ടം വെയറിലേക്ക് വരുമ്പോൾ ബോയ്സിന് അറിയാം ജീൻസ് അലൗഡ് അല്ല, അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ജീൻസ് അവോയ്ഡ് ചെയ്യണം. ഇതേപോലുള്ള ഇത് കോട്ടൺ ബോട്ടമാണ്, ഇപ്പോൾ കോട്ടൺ പാൻറ്റ് ഓക്കെ ആണ്. ഇതിൽ അത്ര വലിയ പോക്കറ്റ്സ് ഒന്നുമില്ല. പിന്നെ മെറ്റൽ സിബ്സ്, ഹുക്സ് കാര്യങ്ങളും ബട്ടൺസ് ഒന്നുമില്ല. അപ്പോൾ ഇത് അലൗഡ് ആണ്. പിന്നെ പോക്കറ്റ്സ് നമുക്ക് അങ്ങനെ ചിലതിന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ പോക്കറ്റ്സ് ക്ലിയർ ആക്കി പോകാന്നുള്ളതാണ്. പിന്നെ ഇതേപോലെയുള്ള ട്രാക്ക് പാൻസ് നിങ്ങൾക്ക് ഇടാം. ഓക്കെ, ഇത് ഏറ്റവും കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണ്. ആൻഡ് ഓൾസോ ഇതിന് മെറ്റൽ ഹുക്സും ഇതൊന്നും ഇല്ല, സിപ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ളത്. പിന്നെ മിസ് പറഞ്ഞു ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ക്ലോസ്ഡ് എൻഡുള്ള ട്രാക്ക് പാൻസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ 3/4 ഹാഫ് ഷോർട്ട്സ് അതൊക്കെ അവോയ്ഡ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഫോർമൽ വെയർ ഇടുന്നവരാണെങ്കിൽ ഇതേപോലെ ഫോർമൽ കോട്ടൺ പാൻസ് ഇടാം. അപ്പോൾ ഇതിന് മെറ്റൽ ബട്ടൺസ് ആണുള്ളത്. പിന്നെ സിപ്സ് വലിയ പ്രശ്നം വരില്ലായിരിക്കും. സാധാ കോട്ടൺ പാൻറ്റ്, ഇതുപോലുള്ള കോട്ടൺ പാൻറ്റ് ഓക്കെ ആണ്. പിന്നെ ടീഷർട്ട്സ് ഇടുന്നവർ കുറച്ചും കൂടിയൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ ഇതേപോലെയുള്ള സെൽഫ് പ്രിൻ്റുള്ള ടീഷർട്ട്സും ഓക്കെ ആണ്. ആസ് ഐ ടോൾഡ് യു, ഹൈ ക്ലോസ് നെക്സ്, ടേർട്ടിൽ നെക്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതേപോലെയുള്ള നെക്സും ഹാഫ് സ്ലീവ് ടീഷർട്ട്സും നിങ്ങൾക്ക് ഇട്ട് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഔട്ട്ഫിറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് നമ്മുടെ ഫുഡ് വെയർ. നമ്മളപ്പോൾ എന്തിട്ട് പോകുന്നു, നമ്മൾ ഏത് തരത്തിലുള്ള ചപ്പൽ ഇടുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവരുടെ ഇൻസ്ട്രക്ഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് അത് അവിടെ ചെറിയ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് വെയറിൽ തന്നെ പോവാം. അപ്പോൾ ഗേൾസ് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഒരുപാട് എന്താ പറയുക ക്ലിപ്സും അല്ലെങ്കിൽ ഒരുപാട് മെറ്റൽ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ള ചപ്പൽസ് അവോയ്ഡ് ചെയ്യുക. ഇത് ഓക്കെയാണ്, കാരണം ഇത് പ്ലാസ്റ്റിക് ആണ്, കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് ഇട്ടിട്ട് പോവാം. പിന്നെ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയുക ഫുഡ് വെയർസ്, അതായത് ഇങ്ങനെയുള്ള സാൻഡൽസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ മിസ് മുമ്പുള്ള വർഷങ്ങളിലും പറഞ്ഞു തന്നിട്ടുണ്ട് ഫുഡ് വെയറിൽ അത്രയ്ക്ക് ഭയങ്കരമായ മാറ്റങ്ങളൊന്നുമില്ല. അതായത് ഒരുപാട് ഇങ്ങനെയുള്ള ക്ലോസിങ്സ് ഒക്കെ ഉള്ള ഒരുപാട് മെറ്റൽ ക്ലോസിങ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഷൂസ് അവോയ്ഡ് ചെയ്യുക. ഇതേപോലെയുള്ള ബെല്ലീസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, ഇതൊന്നും അലൗഡ് അല്ല. ബെല്ലീസ് അവോയ്ഡ് ചെയ്യുക, അലൗഡ് അല്ല. ആൻഡ് ഓൾസോ ഹീൽസ് നിങ്ങൾ ഇങ്ങനെയുള്ള ബ്ലോക്ക് ഹീൽസ് ആവാം, അല്ലെങ്കിൽ പോയിൻറ്റഡ് ഹീൽസ് ആവാം. ഹീൽസ് എനി ഫോം ഓഫ് ഹീൽസ് അവോയ്ഡ് ചെയ്യുക. ഫ്രണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള ഇങ്ങനെ മെറ്റൽ ക്ലോസിങ്സ് ഉള്ള ചപ്പൽസ് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. അത് അനാവശ്യമായിട്ട് നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് വെയർ യൂസ് ചെയ്യാൻ നോക്കുക. ഹീൽസ് അവോയ്ഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, പക്ഷേ മൈൽഡ് ആയിട്ടുള്ള ചെറിയ ഹീൽസ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഒരുപാട് ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചപ്പൽസ് അവോയ്ഡ് ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിൾ സാൻഡൽസ് നിങ്ങൾക്ക് ഇടാം, പക്ഷേ ഒരുപാട് പ്രിൻസും റൈറ്റിങ്സ് പ്രിൻസ് അങ്ങനെയൊക്കെയുള്ള ഫുഡ് വെയർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് ബോയ്സിനും ഗേൾസിനും. ബോയ്സ് ആണെങ്കിലും സാധാരണ നിങ്ങളുടെ ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെങ്കിൽ സാധാരണ ചപ്പൽ
സാൻഡൽസ് നിങ്ങൾക്ക് ഇട്ടിട്ട് പോവാം. ഒരുപാട് പ്രിൻറ്റുകളും ഒരുപാട് മെറ്റൽ ക്ലോസിങ്സും ഉള്ള ഇതും ഷൂസ്, സോക്സ് ഇതൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഷൂസ്, സ്നീക്കേഴ്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫുട്വെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരുപാട് ഹീൽസ് ഒന്നും ഇല്ലാത്ത ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് അല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള സാധാരണ സാൻഡൽസ് യൂസ് ചെയ്ത് പോകാൻ നോക്കുക. അതിലും മെറ്റൽ ക്ലിപ്സ്, മെറ്റൽ ബട്ടൺസ്, മെറ്റൽ ഡിസൈൻസ്, അതേപോലെ റൈറ്റിങ്സ്, പ്രിൻറ്റ്സ് ഒക്കെ ഉള്ളത് അവോയ്ഡ് ചെയ്ത് പോകാൻ നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കസ്റ്റമറി വെയർ. ഇപ്പോൾ കസ്റ്റമറി വെയർ റിലീജിയസ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഇടുന്നവർ നിങ്ങൾ ഫോം ഫിൽ ചെയ്ത സമയത്ത് തന്നെ അത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ എക്സാം ഹാളിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. അത് ഇൻസ്ട്രക്ഷൻസിൽ ബുള്ളറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറി വെയർ ഇപ്പം ബുർഖാസ് ഇടുന്നവരുണ്ടാവും, അബായാസ് ഇടുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇടുന്ന ഔട്ട്ഫിറ്റ് എന്താണോ അത് നിങ്ങൾ നേരത്തെ തന്നെ എക്സാം ഹാളിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രിസ്കിംഗ് പ്രോസസ്സ് കറക്റ്റ് ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക. അപ്പോൾ പല രീതിയിലുള്ള കസ്റ്റമറി വെയർ ഉണ്ട്. ഇപ്പം നൺസ് എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവരുടേതായ കസ്റ്റമറി വെയർ ഉണ്ടാവും. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള പല ഇതും ഇപ്പം നൺസിൻ്റെ ഒക്കെ, അതായത് സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഇതിൽ പിന്നെ റോസറിയും അതൊക്കെ ഹാങ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള കസ്റ്റമറി വെയർസ് ഇടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കാൻ പറ്റാത്തവർ നിർബന്ധമായിട്ടും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള റിലീജിയസ് വെയർ എന്താണോ, കസ്റ്റമറി വെയർ എന്താണോ, അത് എക്സാം ഹാളിൽ അലൗഡ് ആണ്. അത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. നിങ്ങൾക്ക് നേരത്തെ പോയി റിപ്പോർട്ട് ചെയ്ത് ആ ചെക്കിംഗ് പ്രോസസ്സ്, ഫ്രിസ്കിംഗ് പ്രോസസ്സ് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള കാര്യമാണ് ജ്വല്ലറി. അപ്പം എനി ഫോം ഓഫ് ജ്വല്ലറി, അതായത് മെറ്റൽ ജ്വല്ലറീസ്, ഇയർ റിങ്സ്, റിങ്സ്, നോസ് പിൻസ്, ചെയിൻസ്, കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ്സ്, പിന്നെ ഫിംഗർ റിങ്സ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. പാദസരങ്ങൾ, അരഞ്ഞാണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. എനി ഫോം ഓഫ് മെറ്റൽ ജ്വല്ലറി ഇസ് നോട്ട് അലൗഡ്. അപ്പോൾ അത് ബോയ്സിനും ഗേൾസിനും കേട്ടോ. ബോയ്സ് ഇപ്പോൾ പിയേഴ്സിങ്സ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ, സ്റ്റഡ്സ് ഇടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ വാച്ചസ്, ഡിജിറ്റൽ വാച്ചസ്, നോർമൽ വാച്ചസ്, ഒരു രീതിയിലുള്ള വാച്ചസും അലൗഡ് അല്ല. ബ്രേസ്ലെറ്റ്സ്, ഹെൽത്ത് ബാൻഡ്സ്, ഇങ്ങനെയുള്ള ഒരു കാര്യവും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇതൊന്നും എക്സാം ഹാളിൽ അലൗഡ് അല്ല. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇതിൽ ചരടുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ബ്രേസ്ലെറ്റ്സോ അങ്ങനെ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള മാലകൾ ഒക്കെ ഇട്ടിട്ട് പോകുന്നവരുണ്ടാവും. അതൊക്കെ നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പം അവോയ്ഡ് ചെയ്യുക. കാരണം മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഈ ചരടുകൾ ഇതൊക്കെ കാലിലും കയ്യിലും ഒക്കെ കെട്ടിപ്പോയിട്ട് അതൊക്കെ അവിടുന്ന് കട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ജനറലി ഇങ്ങനെയുള്ള ഫ്രിസ്കിംഗ് റിലേറ്റഡ് ഇഷ്യൂസ് കുറവാണ്. കാരണം ഞങ്ങൾ നിങ്ങളെ നല്ല പോലെ എല്ലാം പറഞ്ഞിട്ടാണ് എക്സാം ഹാളിലേക്ക് വിടുന്നത്, നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം ഔട്ട്സൈഡ് ഓഫ് കേരള ഒരുപാട് ഇഷ്യൂസ് ഈ ഫ്രിസ്കിംഗ് റിലേറ്റഡ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു കംഫർട്ടബിൾ എക്സ്പീരിയൻസ് ആക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷനൊക്കെ പറഞ്ഞു തരുന്നത്. റിലീജിയസ് ആയിട്ടുള്ള തകിട്, മാല, ലോക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം എക്സാം ഹാളിലേക്ക് പോവാം മക്കളെ. അപ്പോൾ നീറ്റ് 2026 എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഡ്രസ് കോഡ്, നിങ്ങളുടെ ഫുട് വെയർ, ആക്സസറീസ്, ഇന്നർ വെയർ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതിനൊക്കെയുള്ള ആൻസേഴ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പ്രശ്നമില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹാളിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്.